നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും മലയാളം ടെക് ടിപ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ട്യൂഷൻമാഷ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ബൈജൂസ് ലേണിംഗ് ആപ്പ് അറിയാം. നമ്മുടെ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബൈജൂസ് ലേണിംഗ് ആപ്പ്. ഈ ആപ്ലിക്കേഷൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അപ്പം നമുക്ക് മലയാളത്തിൽ തന്നെ എല്ലാം പഠിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷനാണ് ട്യൂഷൻമാഷ്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. Every single day, I'm gonna make something great. That's my way. ഇതാണ് നമ്മുടെ ട്യൂഷൻമാഷ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡിലുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ നമുക്ക് ഇങ്ങനെ ഒരു ആനിമേഷനാണ് കാണാൻ സാധിക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യമായ പെർമിഷൻസ് ഒക്കെ എനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വെൽക്കം ടു ദി മാഷ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ സ്ക്രീനിലേക്ക് എത്താൻ സാധിക്കും. അതിൻ്റെ താഴത്ത് നെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള പേജിലേക്കാണ് നിങ്ങൾ എത്തുക. അതിൻ്റെ താഴത്ത് തന്നെ നമുക്ക് സൈൻ ഇൻ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ സൈൻ ഇൻ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ കൂടെ സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സൈൻ അപ്പ് ചെയ്ത് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് സൈൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്താൻ സാധിക്കുക. അതിൽ വിച്ച് ഗ്രൂപ്പ് ഡു യു ബിലോങ് ടു എന്ന് പറഞ്ഞ സ്ക്രീനിലേക്കാണ് എത്തുക. അതിൽ നമുക്ക് ക്ലാസ് 10, ക്ലാസ് 9, 8, +1, +2, BTech, PSC അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് ക്ലാസ് 10ഉം ക്ലാസ് 9ഉം PSC മാത്രമേ താൽക്കാലികമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കമ്മിങ് സൂണും ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. നമ്മൾ ഞാനിപ്പോൾ ക്ലാസ് 10 സെലക്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ആ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് എത്തും. അത് നമുക്ക് ആപ്ലിക്കേഷൻ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ തരുന്നത്. നിങ്ങൾക്ക് ആ ഇൻട്രൊഡക്ഷൻ കാണുന്ന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താഴത്തുള്ള സ്കിപ്പ് ഇൻഡോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് എത്താം. ആപ്ലിക്കേഷൻ്റെ ഓവ്യൂ ഫസ്റ്റ് നോക്കാം. ആപ്ലിക്കേഷൻ മെയിൻ ഇൻ്റർഫേസ് നമുക്ക് ലേണിംഗ്, എക്സാംസ്, മൈൻഡ് സെക്ഷൻസ്, മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ആണുള്ളത്. അതിന് താഴെ തന്നെ നമുക്കൊരു ട്രോഫിയുടെ സിമ്പലും ഒരു മെസ്സേജും ഒരു പ്രൊഫൈൽ വ്യൂ ചെയ്യാനുള്ള 3 ബട്ടൺസ് ആണ് ഉള്ളത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് റൈറ്റ് ഭാഗത്തേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോം, മെസ്സേജസ്, ബുക്ക് മാർക്ക്, പ്രൊഫൈൽ, ചേഞ്ച് ക്ലാസ്, ആർട്ടിക്കിൾസ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലേണിംഗ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലേണിംഗ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫിസിക്സ്, ബയോളജി, മാത്സ്, കെമിസ്ട്രി അങ്ങനെ 4 സബ്ജക്റ്റ് ആണുള്ളത്. അത് 4 മാത്രമേ ആൾക്കാർ ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെയുള്ള ഓപ്ഷനാണ് എക്സാംസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് നമ്മൾ പഠിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ അതൊക്കെ എക്സാംസ് പറഞ്ഞ ഓപ്ഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെയുള്ള ഓപ്ഷനാണ് മൈൻഡ് സെക്ഷൻസ്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗട്ടൊക്കെ ചോദിച്ച് നമുക്ക് വീഡിയോ കണ്ട് നമ്മൾ ഡൗട്ട് ചോദിച്ച ശേഷം നമുക്ക് ആ മെസ്സേജസ് ഒക്കെ കാണിക്കുന്ന സ്ക്രീനാണ് മൈൻഡ് സെക്ഷൻസ്. പിന്നെ ഒരു ഓപ്ഷനാണ് മോർ എന്ന് പറഞ്ഞ സ്ക്രീനിൽ നമുക്ക് വിവിധതരം ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കാൻ സാധിക്കും. ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അങ്ങനെ കുറേ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കാനുള്ളൊരു അതാണ് മോർ. പിന്നെ നമുക്ക് ആർട്ടിക്കിൾസിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷനും അവൈലബിൾ ഉണ്ട്. പിന്നെ നമുക്ക് താഴത്തുള്ളത് ട്രോഫിയുടെ ചിഹ്നത്തിലാണ് നമുക്ക് ലേണിംഗ്, എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെയുള്ള ഒരു സിമ്പിളാണ് മെസ്സേജിൻ്റെ സിമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡൗട്ടൊക്കെ ചോദിച്ചാലും ഈ ഓപ്ഷൻ വഴി നമുക്കത് കാണാൻ സാധിക്കും. പിന്നെയാണ് പ്രൊഫൈൽ. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊഫൈലിൻ്റെ എല്ലാ വിവരങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ലേണിംഗിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഞാൻ ജസ്റ്റ് ലേണിംഗ് ക്ലിക്ക് ചെയ്തു. ലേണിംഗ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പം മാത്സ് സെലക്ട് ചെയ്തു. നമുക്ക് അപ്പോൾ തന്നെ ഒരു പാഠത്തിൻ്റെ വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഏത് ചാപ്റ്ററാണ് നമുക്ക് ഇവിടെ എഴുതി കാണിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് മുകളിൽ ഒരു 3 വരയുണ്ട്. ആ പ്ലേ ചെയ്യുന്ന വീഡിയോൻ്റെ 3 വരയുണ്ട് മുകളിൽ. അത് ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റേറ്റ് ചെയ്യാനും ഈ ആപ്ലിക്കേഷനിലുള്ള എല്ലാ വിവരങ്ങളും അവിടെ ലഭിക്കും. പിന്നെ നമുക്ക് ആപ്ലിക്കേഷനിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് 10 സെക്കൻഡ് ബാക്കോട്ട് അടിക്കാനും 10 സെക്കൻഡ് മുമ്പോട്ട് അടിക്കാനുള്ള 2 ബട്ടൺസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് MX പ്ലെയറിലൊക്കെ വോളിയം കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ വെച്ച് വോളിയം ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണിത്. നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് HD 480p എന്ന 2 റെസൊല്യൂഷനിൽ മാത്രമേ നമുക്ക് ഇതിൽ വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ്റെ
എക്സാംസിലേക്ക് പോവാം. എക്സാംസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് പോവാം. അതിൽ നമുക്ക് പ്രാക്ടീസ് ടെസ്റ്റും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ആണുള്ളത്. നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ജസ്റ്റ് മാത്സ് തന്നെ ക്ലിക്ക് ചെയ്തു. മാത്സ് തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് മാസമാണ് നമ്മൾ ഏത് സബ്ജക്റ്റ് ഏത് മാസമാണ് പഠിക്കാൻ ആഗ്രഹിച്ചു ചോദിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് മെയ് ഒന്ന് ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ അടിച്ചു. ഇവിടെ കാണാൻ സാധിക്കുന്ന ഏത് ചാപ്റ്റർ ആണ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കണ്ട ചാപ്റ്റർ ആണിത്. അത് സെലക്ട് ചെയ്ത് നമുക്ക് എക്സാം എഴുതാനുള്ള സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മോഡ് എക്സ്ട്രീം റിസൾട്ട്സ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാംസ് ക്ലിക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒക്കെ എടുക്കാൻ സാധിക്കും. പിന്നുള്ളൊരു ഓപ്ഷനാണ് ബുക്ക് മാർക്സ്. ബുക്ക് മാർക്സ് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ നേരത്തെ ആർട്ടിക്കിൾസ് ഒക്കെ ബുക്ക് മാർക്ക് ചെയ്തതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഇതാണ് നമ്മളെ ട്യൂഷൻ മാഷ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.